സോറി സോറി, വെരി വെരി സോറി സർ. സോറി, തലയ്ക്ക് നല്ല സുഖമില്ല, അതാ. ഞാൻ എപ്പോഴേ പറഞ്ഞതായി മൂതവിത്തുള്ള പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ എന്തായി? കരുതിക്കുട്ടി ഞങ്ങൾ അവമാനിക്കുകയായിരുന്നല്ലേ? അയ്യോ അല്ല, ചേട്ടന്റെ പടം ടിവിയില്. കേശവൻ നായർ, കൃഷ്ണൻ, വേണു, എന്റതില്ലേ, ബെന്നി. ഈ ചിത്രങ്ങളിൽ കാണുന്ന 4 പേരെയും കഴിഞ്ഞ മാസം 18-ാം തീയതി മുതൽ കാക്കനാട് മാനസിക രോഗാശുപത്രിയിൽ നിന്നും കാണാതായിരിക്കുന്നു. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഭ്രാന്ത് ആശുപത്രിയിൽ നിന്നും TV സീരിയൽ അഭിനയിക്കാൻ വന്നിരിക്കുന്നു. ഭ്രാന്തില്ലെന്ന് മനസ്സിലായല്ലോ. അത് നായിയെ കൊണ്ടുവന്നപ്പോഴേ മനസ്സിലായി. സീരിയലിൽ ഞങ്ങളെ തന്നെ അഭിനയിപ്പിക്കണം. അതിന് ഞങ്ങൾക്ക് ഭ്രാന്തില്ലല്ലോ. നിങ്ങളെ പോലീസിൽ ഏൽപ്പിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഡയറക്ടറുടെ ഫോട്ടോ. അബ്ദുള്ള, വാസു, ബ്രൂണോ. ഭവനഭേദനം, കൊള്ള എന്നീ കുറ്റങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന 3 പേരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇവരെ പിടിച്ചുകൊടുക്കുകയോ വിവരം നൽകുകയോ ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകുന്നതാണെന്ന് ജയിൽ IG അറിയിക്കുന്നു. അത് ഞങ്ങളുടെ ഫോട്ടോ അല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്നിങ്ങോട്ട് വന്നേ സാർ. നമുക്കിനി ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ജയിലിൽ ഞാൻ ബ്രൂണോ ആണ്. തുറന്നു തീർന്നോ? ആ വട്ടന്മാരുടെ വീട് തുറന്നു തീർന്നോന്ന്? തീർന്നു. ഇനി താമസിപ്പിക്കണം. പോലീസ് അന്വേഷണം തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. എന്തെങ്കിലും കള്ളം പറഞ്ഞ് ആ വട്ടന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കണം. ആ ഡാൻസുകാരി പെണ്ണും അവിടെ ഇല്ല. പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, പകല് തന്നെ സംഭവം നടത്തിക്കളെ. ഞാനിത് അങ്ങോട്ട് വരും. എല്ലാം ഇങ്ങോട്ട് മാറിക്കോ. വേറൊരുത്തം വരുന്നുണ്ട്. പറയാം എല്ലാം പറയാം. അയ്യോ ബെന്നി. Room number 406. Thank you. Benny. ഈ ഡോക്ടർമാർക്ക് എന്താ താഴെ ഇരുന്നാലും ചോദിക്കാം. ആരെങ്കിലും കണ്ടാ നമുക്ക് ചോദിക്കാം. ഈ അടി ഇടിയേറ്റാൽ നോക്കുന്ന വാർഡ് ഇതാണോ? അല്ല, ഇത് പ്രസവ വാർഡാ. മറ്റേത് മുകളിലാ. കൊണ്ടുവാ. സുന്ദരി. എന്റെ അമ്മേ, നിക്കടാ അവിടെ. അയ്യോ ചേട്ടാ, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഞാൻ ബാലേട്ടനെ അന്വേഷിച്ച് നടക്കായിരുന്നു. വാ ഇവിടെ വന്നേ, പറയട്ടെ. അയ്യോ ബെന്നി, ഡ്രൈവറെ ഒന്ന് നിർത്ത്.
ഈ ടാക്സി പോ. ഏതാ സ്റ്റാർട്ട് ചെയ്തോ ഞങ്ങൾ കൂടെ വരുന്നു വാ, വേഗം വേഗം. വേഗം പോ ആ ആംബുലൻസിന്റെ പുറകെ വിട്ടോ. ആ വിട്ടോ 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 എനിക്ക് സഹിക്കണില്ലേ എന്റെ മോനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരമാ കാണിക്കണ്ടെന്ന് അപ്പോഴേ പറഞ്ഞതാ. ഇനി താമസിപ്പിക്കണ്ട, പള്ളിയിലേക്ക് കൊണ്ടുപോവാ. അയ്യോ അസല് ബ്രേക്ക്. അയ്യോ റോഡ് നിറയെ വെള്ളമാ, നമുക്ക് വള്ളത്തിൽ പോവാം. തിരിച്ചുവിട്. ആ പോട്ടെ പോട്ടെ പോട്ടെ. നിർത്ത് നിർത്ത് നിർത്ത്. എവിടെ? ചവിട്ടി വിട്. ലൈസൻസ് ഇല്ലാതെ കയറി ഇരിക്കുവാ. ഡോക്ടറുടെ തലയ്ക്ക് ഒരു അടി കിട്ടി. അല്ല, ഇവന്റെ തലയ്ക്ക് ഒരു അടി കിട്ടി. കൊണ്ടുവരാൻ ഇത്ര താമസിച്ചെന്താ? അടി കിട്ടിയാലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. സോറി, ഇയാളെ മരിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ബെന്നി എന്തി? അവനെ കുഴിച്ചിട്ട് കാണും. നമുക്ക് അങ്ങോട്ട് പോവാം. കള്ളച്ചവം. ജീവനുള്ള ആളാണ്. അച്ചോ കരുണ കാണിക്കണം. നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണേ അത്. അച്ചോ മൂടല്ലേ. സുഹൃത്തുക്കളെ ഒന്ന് വഴിമാറി തന്നെ. അച്ചോ അച്ഛനെവിടെ? അച്ചോ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡി, ഇത് നിങ്ങളുടെ ഡെഡ് ബോഡി. ഇതിന് ജീവനുണ്ട്, ഇനി ജീവനില്ല. ഞങ്ങളൊന്ന് ഇറങ്ങിയെടുത്തോട്ടെ. പക്ഷെ എന്നാലും അച്ഛന് ഇത് എങ്ങനെ തോന്നി അച്ഛാ? അങ്ങോട്ട് മാറിയുന്നേ, അങ്ങോട്ട് മാറിയുന്നേ. ഒന്ന് മാറി നിൽക്കുക സഹോദരങ്ങളെ. നല്ല പൊസിഷനിൽ കിടത്തിയോ? സോറി സോറി ഏട്ടാ. അച്ഛാ ഞങ്ങൾ പോണേ. താങ്ക്സ്. കണ്ടോർന്നു കണ്ടോർന്നു. നിങ്ങളൊക്കെ ആരാ? ബെന്നി, നീ ഞങ്ങളൊക്കെ മറന്നു. ഞാൻ കേശു. ഞാൻ കൃഷ്ണൻ. എന്ത് വേണം? എന്തായത്? ആംബുലൻസ്. ആരാ മരിച്ചത്? നീയാ? എഴുന്നേക്കടാ ഇങ്ങോട്ട്. ചേട്ടാ ചേട്ടാ ചേട്ടൻ മിണ്ടായി, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് മാറിയുന്നേ, ഒന്ന് എഴുന്നേക്ക്. ചേട്ടാ നമ്മളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അയ്യോ വീട് കിടക്കുന്നു. വീടോ? എന്തിനു കിടക്കുന്നു? എല്ലാം പറയാം, കേറ് കേറ്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ്. എല്ലാവരും വളരെ സീരിയസ് ആണ്. രണ്ടുപേരും അത് വഴി, രണ്ടുപേരും ഇത് വഴി.
TV സീരിയൽ എടുക്കാം വാ. ജനങ്ങളുടെ ഇടയിൽ പോലീസുകാർക്കുള്ള മതിപ്പ് കളയുന്നത് നിങ്ങളെ പോലുള്ള പോലീസുകാരാണ്. നിങ്ങളോടല്ല. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സർ, ഞങ്ങളല്ല ഭൂമി തുറന്നത്. എനിക്കറിയാം, ഇവർ കുറ്റവാളികൾ, നിങ്ങൾ സാക്ഷികൾ, വിറ്റ്നസ്. ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കുന്ന കുറ്റമാണോ സാർ? Fools! എന്തിനാണ് തുറന്നതെന്ന് നിങ്ങളുടെ വിചാരം? ഈ പെട്ടി കുഴിച്ചെടുക്കാനല്ലേ സാർ? ഇത് ഭൂമിക്കടിയിൽ എങ്ങനെ ആയെന്നാണ് എന്റെ സംശയം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ തോറ്റു. I am fed up. You poor fellows, this was a bank robbery. Yes, bank കവർച്ച. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ TV ഫിലിം പ്രൊഡ്യൂസേഴ്സ് അല്ല. ഇവർ ഇന്റർനാഷണൽ ക്രിമിനൽസ്. ഇത് ബ്രൂണോ, ഇത് തുരപ്പൻ ബാസു, ഇത് ഇരുമ്പ് അബ്ദുള്ള. പോലീസ് ഫോഴ്സിനെ ഇൻസൾട്ട് ചെയ്യരുത്. എനിക്ക് വെപ്പൺ യൂസ് ചെയ്യേണ്ടി വരും. ബൈ ദ ബൈ, യു നോ വാട്ട് ആക്ച്വലി ഹാപ്പൻ? വളരെ ആസൂത്രിതമായി എക്സിക്യൂട്ട് ചെയ്ത ഒരു ബാങ്ക് റോബറി ആയിരുന്നു ഇത്. വിദഗ്ധമായി ഈ വീടിന്റെ കാർ ഷെഡിൽ ഒരു തുരങ്കമുണ്ടാക്കി ആ ബാങ്കിന്റെ സ്ട്രോങ് റൂമിൽ കയറി ബാങ്ക് റോബ് ചെയ്യുക. അതിനുവേണ്ടിയാണ് TV ഫിലിം പ്രൊഡ്യൂസേഴ്സ് എന്ന വ്യാജേന ഇവിടെ വന്നതും നിങ്ങളെ കരുവാക്കിയതും. ട്രെയിനിങ് എന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് തുരങ്കം കുഴിക്കുക. വെരി ഇന്റലിജന്റ് പ്ലോട്ട്. പക്ഷെ നിങ്ങളുടെ സാഹസം വ്യർത്ഥമായി പോയല്ലോ എന്ന് ഓർക്കുമ്പോ ഐ ഫീൽ സോറി ഫോർ യു. സാർ, ഈ തോക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അധികം സ്മാർട്ട് ആകാൻ ശ്രമിക്കരുത്. ഇത് കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തനിക്ക് അറിയില്ല. യു ജസ്റ്റ് സീ, വെരിഫൈ. നോ ബഡി ഈസ് ഇന്റലിജന്റ്. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. ഒറിജിനൽ ആണ് സാർ. ഓക്കേ ആയല്ലോ. അടി തെറ്റിയാൽ ആനയും വീടും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇതാണ് എന്റെ വോട്ടല്ലോ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ ഒരുക്കി തന്നല്ലോ. ദൈവമേ, എന്റെ പ്രൊമോഷൻ. ഞാനൊരു ചെറിയ ഫുള്ളായി പോയി. സോറി ഗൈസ്. അയ്യോ, ഇത് ഗവൺമെന്റ് മണിയാണ്. എവരെങ്കിലും വിട്ടുതരൂ. പറ്റില്ല സർ, യുവമാരെ ഞങ്ങൾ വിട്ടുതരില്ല. പ്ലീസ്. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. കുറെ ദിവസമായി രാമകലില്ല ഞങ്ങളെ. TV സ്റ്റാർ ആക്കാം, പാട്ട് പാടിക്കാം, എന്തൊക്കെ പറഞ്ഞു ആശിപ്പിച്ചടാ. ഞങ്ങൾ വെറും പാവങ്ങളായതുകൊണ്ടല്ലേ ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്. ഇല്ല സർ, യുവമാരെ ഞങ്ങൾ വിട്ടുതരില്ല. മൂന്നേ ഇന്ന് ഞങ്ങൾ കൊന്നു കുഴിച്ചു മൂടും. Indian Constitution does not allow a common man to take law into his hands. Get them! Nico, stop! എങ്ങനെയാണ് അവരെ പിടിക്കേണ്ടത് പ്ലാൻ ചെയ്തിട്ട് പോകാം. എല്ലാവരും കയറിയോ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കയറ്റി ജമ്പ് ചെയ്ത് പോണ്ടേ? എനിക്ക് ഇതേപോലെ വീഴുമായിരുന്നോ? വണ്ടി വേഗം വാ, ഓടി വാ, കേറി. അവര് പോയി സാർ. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. Come on. അതാ പോണു. കണ്ടു. ലീഡ, കേറിക്കോ. എങ്ങോട്ടാ? പുറകെ പോലീസ് വരുന്നുണ്ട്. എളുപ്പം കയറി. കീഴടങ്ങ് പ്ലീസ്. സാധ്യമല്ല. എനിക്ക് പ്രൊമോഷൻ വേണം. പ്രമോഷൻ വേണ്ട. അവരെനിക്ക് വിട്ടുതരൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. പറ്റില്ല. മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഐ വാണ്ട് പ്രൊമോഷൻ. പോടോ. ഓക്കെ, പൊക്കോളൂ. താങ്ക് യു. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. താങ്ക് യു.
പ്രതീക്ഷ ഇതാണ് തകരാറ്. അടുത്ത് പോയത് എന്ത് മണ്ടത്തരാ കാണിച്ച തോക്ക് അവനെ കൊണ്ട് കൊടുത്തില്ല. ഞാൻ കൊടുത്തില്ല. എക്സ്ക്യൂസ്. അല്ല ഞാൻ പോയി ഒരു തോക്ക് സംഘടിപ്പിച്ചോണ്ടേ. സോറി. സോറി, ഗവൺമെന്റ് മണി ആയോണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ഇടിച്ച്. താങ്ക് യു. സാർ പിടിച്ചോ. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. ഇനി നിങ്ങൾ കൊണ്ടുപോയിക്കോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് പ്ലീസ് ഡോണ്ട് ഗോ. നോ, നിങ്ങളെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതലയോടെ എനിക്കുണ്ട്. പ്രാന്താശിച്ച് വന്നാൽ ഞങ്ങളെ പൂട്ടിയിടും. ഇവിടെ പ്രാന്തന്മാരെ തുറന്നു വിട്ടിരിക്കല്ലേ, ഞങ്ങൾ ഇവരോടെ കഴിഞ്ഞോളാം. ഞാനും 6-7 മാസക്കാലം ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടുള്ളതാ. അപ്പൊ അറിയാലോ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഭ്രാന്ത് ഒരു രോഗമല്ല. സോ പ്ലീസ് ഡോണ്ട് ഗോ. പ്ലീസ് കം വിത്ത് മീ. എന്നോട് വരൂ. ഓടോ.